രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമൊന്നും ലോകത്തില്ല. അവൾക്ക് 2 ആങ്ങളമാരുണ്ട്. അമ്മ 2ആണെങ്കിലും അച്ഛൻ വഴിയുള്ള ബന്ധമാ. കല്യാണത്തിന് സ്വീകരിക്കാൻ സഹോദരൻ വേണ്ടേ? ഉത്തമനെ അരവിന്ദേട്ടൻ അയച്ചത് വിവാഹം നടത്താൻ വേണ്ടി കൂടെ നിൽക്കാനാ, മുടക്കാനല്ല. ഇതൊക്കെ ഞങ്ങൾ മുമ്പേ പറഞ്ഞു തീരുമാനിച്ച കാര്യങ്ങളാ. അവളുടെ ബന്ധുക്കളെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അമ്മുവല്ലേ? ശ്രീകുട്ടി, മോള് പോയി ലച്ചുവിനെ കൂട്ടിക്കൊണ്ടുവാ. ശരി. ഒന്ന് മാറണ്ട. ചായ. അച്ഛാ, വാ മോളെ. ഇതാണ് ഞങ്ങളുടെ മോള് അമ്മു. വിവാഹ നിശ്ചയത്തിന്റെ ദിവസം തീരുമാനിക്കാനാ മോളെ ഞങ്ങൾ വന്നത്. കണ്ടല്ലോ, ഇവളാ ഗോവിന്ദിന് വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ കുട്ടി. നല്ല ഐശ്വര്യമുള്ള കുട്ടി. അങ്കിളിന് ഇഷ്ടമായി മോളെ. ഈ മോള് വീട്ടിലുണ്ടെങ്കിൽ നിലവിളക്കിന്റെ ആവശ്യമില്ല. ഇവള് ഞങ്ങൾക്ക് നിലവിളക്ക് തന്നെയാ. എന്നാ പിന്നെ നിശ്ചയത്തിന്റെ ദിവസം തീരുമാനിക്കാം. അത് നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു ദിവസം പറഞ്ഞാൽ മതി. ഞാനൊരു ജോത്സ്യനെ കണ്ടിരുന്നു. വരുന്ന തിങ്കളാഴ്ച 11 മണിക്ക് നല്ല സമയം. എന്നാ അന്ന് തന്നെ നമുക്ക് ചടങ്ങ് നടത്താം. അതിന് സമയം കുറവല്ലേ? നമ്മൾ ആരെയും ക്ഷണിക്കുന്നില്ലല്ലോ. ഇതുപോലൊരു കൊച്ചി ചടങ്ങ്, മോതിര കൈമാറ്റം മതി. എന്തു പറയുന്ന അച്ഛാ? അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ബാക്കി കാര്യങ്ങൾ നിങ്ങളൊക്കെ സംസാരിക്കുക. എന്നാ പിന്നെ സഞ്ജു ചെല്ലു. ശരി. അല്ല, ഉത്തമൻ എന്താ പട്ടാമ്പിയിലേക്ക് പോയത്? അതൊരു വലിയ കഥയാ. ഞാൻ ശ്രീനഗറിലായിരുന്ന സമയം അവിടെ കുറെ ശ്രീദേവി വന്നേ. ഇവിടെ ഇരുന്നാ വെടിയും പുകയും കേട്ട് നമുക്ക് ഓടേണ്ടി വരും. ഉത്തമ പറ. എനിക്ക് ഒരു കമ്പനി ഇല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. വെരി ഗുഡ്. കല്യാണം നടത്തിയിട്ടേ ഞാൻ പോകൂ. കഥ തുടങ്ങാം. ശ്രീനഗറിലെ ഒരു മഞ്ഞുകാലം. ആരാ? വല്ലതും വിൽക്കാൻ വന്നാണെങ്കിൽ ഇവിടെ ഒന്നും വേണ്ട. വിൽപ്പനയല്ല, സർവീസാണ് എന്റെ ജോലി മാഡം. ദക്ഷ മാഡത്തിന്റെ വീടല്ലേ ഇത്? അതെ. സുനന്ദ വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറ. സംശയിക്കേണ്ട, വിളിച്ചിട്ടാ ഞാൻ വന്നത്. വരൂ. മാഡം, ഞാൻ സുനന്ദ. ലൊക്കേഷൻ കൃത്യമായിരുന്നില്ലേ? അതെ മാഡം.
എന്താ മാഡം ഞാൻ ചെയ്യേണ്ടത്? ഏത് വേഷവും കെട്ടാൻ തയ്യാറാന്നല്ലേ നീ പറഞ്ഞത്? അതെ മാഡം. ഒരു ഹോം നഴ്സിന്റെ വേഷം കെട്ടി നീ ഒരു വീട്ടിൽ ജോലിക്ക് കയറിക്കൂടണം. കുറച്ച് ജോലികൾ നീ അവിടെ ചെയ്യേണ്ടതുണ്ട്. ചോദിച്ച ക്യാഷ് ഞാൻ തരും. ആദ്യം അഡ്വാൻസ്. ആളെ കൊല്ലുന്നതൊഴിച്ച് സുനന്ദ എന്തും ചെയ്യും. കൊല്ലാനാണെങ്കിൽ എനിക്ക് നിന്നെ പോലൊരു പെണ്ണിന്റെ ആവശ്യമില്ല. നീ കയറിക്കൂടേണ്ടത് മംഗലശ്ശേരി വീട്ടില്. അവിടെ ഇപ്പൊ ഒരു ഹോം നഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ അവർക്കത് വേണ്ടിവരും. 2 ഗർഭിണികൾ അവിടെ ഉള്ളത്. നേരിട്ട് ചെന്ന് ചോദിച്ചാൽ ആരും ജോലി തരില്ല മാഡം. അതിനൊക്കെ ഇപ്പൊ ഏജൻസികളുണ്ട്. വീട്ടുപണിക്കാരിയായിട്ട് ശ്രമിച്ചാൽ നടക്കോ? ഏയ്, അതിന് സാധ്യത കുറവാ. ഒരു ആക്സിഡന്റൽ മീറ്റിംഗിലൂടെ വേണം കടന്നുകൂടാൻ. അവർക്ക് നിന്നോട് കരുണ തോന്നുന്ന വിധം ബിഹേവ് ചെയ്യണം. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ എന്നും സന്മനസ് കാണിക്കുന്നവരാ മംഗലശ്ശേരിക്കാര്. എന്നാ പിന്നെ ഒരു വഴി ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ഇതുപോലെ എത്ര കേസുകളാണെന്നോ സുനന്ദ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്? ആ നോക്ക്, ഇവനാണ് സഞ്ജു, മംഗലശ്ശേരി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ MD. ജോലി ചോദിച്ചാ നിന്നോട് കമ്പനിയിൽ വരാൻ പറയും. അത് ഞാൻ ശരിയായിക്കോളാം മാഡം. ആ, ദാ, ഇത് സ്വാതി. ഇവളാണ് സഞ്ജുന്റെ ഭാര്യ. ഇവളുടെ ഗർഭം കലക്കലാണ് നിന്റെ ആദ്യത്തെ ഡ്യൂട്ടി. ഞാൻ കലക്കിയ ഗർഭത്തിന് കണക്കില്ല മാഡം. ഇവളീ പാപമൊക്കെ എവിടെ കൊണ്ടുപോയി ഒഴുക്കും? ഇവളാ ലച്ചു എന്ന അമ്മു. നീ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇവളെയാ. മംഗലശ്ശേരി വീടിന്റെ ഐശ്വര്യം ഇവളാണെന്നാ പറയുന്നത്. അതൊരു പറച്ചില് മാത്രമല്ല, തകർന്ന് തരിപ്പണമായ മംഗലശ്ശേരിയെ കരകയറ്റിയത് ഇവളാ. ഈ നരുന്നു പെണ്ണോ? നിന്നെ ഞാൻ തെറ്റു പറയുന്നില്ല. അവളെപ്പറ്റി ആദ്യം ഞാനും കരുതിയിരുന്നതാ. ഇവളാ ഈ കഥയിലെ ഒരേ ഒരു നായിക. നീ ഇവളെ തളയ്ക്കണം. ഇവൾ ഒരാളെ വിവാഹം കഴിക്കാനുള്ള ഒരുക്കത്തില. ആ വിവാഹം നടക്കരുത്. അവൾ മംഗലശ്ശേരി വീട്ടിൽ നിന്ന് പുറത്തു പോണം. അതിനുവേണ്ടി നീ എന്തും ചെയ്യണം. മാഡം എന്നെ വിശ്വസിക്കും. സുനന്ദ ഒരു കാര്യം ഏറ്റാ പിന്നീട് സോറി പറയില്ല മാഡം. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. അവിടെ നടക്കുന്ന വിവരങ്ങൾ നീ അപ്പപ്പോ തന്നെ അറിയിക്കണം. ആദ്യം വേണ്ടത് മംഗലശ്ശേരിയിൽ കയറിപ്പറ്റുക എന്നതാ. ഇനി ഞാൻ മാഡത്തിനെ വിളിക്കുന്നത് മംഗലശ്ശേരി നിന്നാവും. ആ, നീ 1 മിനിറ്റ് നിൽക്ക്, ഞാനിപ്പോ വരാം. തൽക്കാലം ഇതിരിക്കട്ടെ. എന്നാ ഞാൻ പോയിക്കോട്ടെ മാഡം. ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ സാരി ഉടുക്കാൻ. സാരി കൊടുത്ത് നടക്കാൻ എനിക്ക് പ്രയാസം അമ്മു. ഹോസ്പിറ്റലിൽ ചെക്കപ്പിനല്ലേ ചേച്ചി പോകുന്നത്? അപ്പൊ സാരി തന്നെയാ സൗകര്യം. പിന്നെ ചെക്കപ്പിന് പോകുന്നവരെല്ലാം സാരി ഉടുത്തിട്ടല്ലേ പോകുന്നേ? ഒന്ന് പോയാമോ? കുറെ അനുഭവം പറിച്ചലായിട്ട് വരും. സാരി ഒന്നും ഉടുത്ത് നടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്റെ ചേച്ചി വല്ലപ്പോഴൊക്കൊന്ന് സാരി ഉടുത്ത് ഒരു നല്ല ഭാര്യയുടെ ലുക്കൊക്കെ ഒന്ന് വരണം. നിന്റെ കല്യാണം കഴിഞ്ഞ നീ സാരിയിലേക്ക് മാറുമെന്ന് എനിക്കറിയാം. ബോധം പോയപ്പോ ഞാൻ കാട്ടിക്കുട്ടിയതൊക്കെ ചേച്ചി കണ്ടതല്ലേ? നിനക്കതിപ്പോ തമാശയായിട്ടാണല്ലേ തോന്നുന്നേ? ചേച്ചിക്ക് അതൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ അതെന്റെ പൊട്ടത്തരം തന്നെയാ. പിന്നെ ഇപ്പോ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ നീ ആളാകെ മാറിയിട്ടുണ്ട്. വിവാഹ നിശ്ചയം കൂടി കഴിഞ്ഞ ജീവിതത്തിനൊരു പ്രതീക്ഷയുണ്ടാവും.
ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയാ. ഇനി ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അമ്മു. ഇറങ്ങാറായില്ലേ? 10 മണിക്ക് അപ്പോയിന്റ്മെന്റ്. ഞങ്ങൾ എപ്പോഴേ റെഡി. അമ്മ കൂടെ വരുന്നുണ്ടോ? അതെന്ത് ചോദ്യം സഞ്ജു? എന്നാ ശരി, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ അവിടെ ഉണ്ടാവും. മനസ്സിൽ രഹസ്യം വെക്കുമ്പോഴാ ഭാരം തോന്നുന്നത്. അമ്മ ഇപ്പൊ എത്ര ഫ്രീ ആണെന്നോ? എന്റെ അവസ്ഥ ഇത് തന്നെയാ. പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ഞാൻ മനസ്സിലാക്കില്ലെന്ന് സഞ്ജു പറയരുത്. ഭാരം മനസ്സിൽ വെച്ച് ജീവിച്ചത് നിങ്ങൾ രണ്ടുപേരുവാ. അതെ, ഇതൊന്നും നമ്മുടെ കുഞ്ഞു കേക്കണ്ട. ആ ഗോവിന്ദമനെ, അങ്കിള് പോയില്ലേ? വാ. നിന്റെ അമ്മ ആരെ കാണണമെന്നും പറഞ്ഞിട്ട് പോയടാ മോനെ. എന്നാ പിന്നെ നിന്നോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ട് വന്നു. എന്നോട് എന്ത് സംസാരിക്കാനാ അങ്കിളിനുള്ളത്? സത്യം പറയാലോ, ആദ്യം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആശപ്പങ്ങളുടെ കൂടെ കൂടിയത്. ആ, അങ്കിൾ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഞാനൊന്ന് പറയട്ടണം, തോക്കിനകത്ത് കയറി വെടിവെക്കാതെ. പക്ഷേ ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് മാറി. 2ാം കെട്ടുകാരി എന്നൊക്കെ പറഞ്ഞ ആർക്കാട് അംഗീകരിക്കാൻ കഴിയുന്നേ? അത് മാത്രമല്ലല്ലോ, താലി കെട്ടിയവന്റെ വീട്ടിലല്ലേ സഹവാസവും. പക്ഷേ അവളെ കണ്ടപ്പോ നിനക്ക് ചേരുന്ന പെണ്ണാണെന്ന് അങ്കിളിന് മനസ്സിലായണം മോനെ. ഇനി കല്യാണം നടത്തിയിട്ടേ ഞാൻ പിന്മാറൂ. അതിനല്ലേ അങ്കിളിനെ അച്ഛൻ ചുമതലപ്പെടുത്തിയത്? ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് നിനക്ക് കൂട്ടായിട്ട് ഞാനും നിന്റെ കൂടെ അവിടെ നിന്നാലോ എന്നാണ്. എനിക്കെന്തിനാ കൂട്ട്? ഞാനിപ്പോ മംഗലശ്ശേരിയിലല്ലേ നിൽക്കുന്നത്. അതെ, ഞാനും അവിടെ നിന്നോളാം. എങ്ങനെ? അങ്കിൾ എന്താ ഈ പറയുന്നേ? അവരുമായി നമുക്കൊരു ബന്ധവുമില്ല. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാ ഞാൻ അവിടെ നിൽക്കുന്നത്. അവധി ദിവസം ഞാൻ മനയിലേക്ക് വരാറില്ല. എടാ, നമുക്ക് അപ്പോഴും ഒരുമിച്ച് പോവാന്നേ. അങ്കിൾ തിരിച്ചു പോകാൻ നോക്കിയേ. കല്യാണ നിശ്ചയം കഴിഞ്ഞാ ഹോട്ടലിലേക്ക് താമസം മാറാനാ ഞാൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പോഴാ അങ്കിള് മംഗലശ്ശേരിയിൽ വന്ന് നിൽക്കാൻ പോകുന്നത്. ആളുകളെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കാതെ അങ്കിൾ വേഗം സ്ഥലം വിട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. തൈരും സാമ്പാറും കഴിക്കാതെ വായ്ക്ക് രുചിയായിട്ട് വല്ല വറുത്തതാ പൊരിച്ചതാ കഴിക്കാന്ന് വിചാരിച്ച് പറഞ്ഞതാ. അതും പോയി, അവനും പോയി. എന്നാ ശരി, ഞാൻ വിളിക്കാം. എന്താ വിജയിച്ച മട്ടിലൊരു ചിരി? സുനന്ദ ഞാൻ കരുതിയേക്കാളും മിടിക്കുക. അവള് പണി പറ്റിച്ചു. ഇപ്പോ സഞ്ജുവിന്റെയും സ്വാതിയുടെയും കൂടെ മംഗലശ്ശേരിയിലേക്കുള്ള കാർ യാത്രയില്. അതെങ്ങനെ സംഭവിച്ചു? അത് ഇത്ര പെട്ടെന്ന്? സഞ്ജു സ്വാതി സഞ്ചരിച്ച കാറിന് മുന്നിൽ അവള് ചെന്ന് കയറി. പിന്നെ അവളുടെ സങ്കടങ്ങളുടെ കെട്ടഴിച്ചു. കയറ്റിറക്ക് തൊഴിലാളിയായ അച്ഛൻ ലോറിയിൽ തടി കയറ്റുന്നതിനിടെ മരിച്ചു. അമ്മ മാറാരോഗി. താഴെയുള്ള സഹോദരങ്ങൾ പഠിക്കുന്നു. ഹോം നഴ്സായി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്നു. പ്രാരാബ്ധക്കാരിയായ പാവം പെൺകുട്ടി ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ശ്രദ്ധിക്കാതെ വണ്ടിക്ക് മുന്നിൽ വന്നുപെട്ടു. അങ്ങനെ പോകുന്നു സുനന്ദയുടെ പൈങ്കിളി കണ്ണീർ കഥകൾ. സഞ്ജു പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോ അവൾ ആദ്യം ചോദിച്ചത്, സാർ എനിക്കൊരു ജോലി തരുമെന്ന്. അത് കൊള്ളാലോ. പാവങ്ങളുടെ സങ്കടം കണ്ട മനസ്സലിയുന്ന സഞ്ജുവിന് അത് കേട്ടില്ലെന്ന് നടിക്കാൻ കഴിയോ? അല്ല, നീ ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിഞ്ഞു? വീഴ്ചയില് സുനന്ദയുടെ ഡ്രസ് ഒന്ന് കീറി. പുതിയ ഡ്രസ്സ് വാങ്ങി വരാൻ അവളെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സഞ്ജു സ്വാതി അയച്ചു. ആ സമയത്താ അവൾ എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞത്. മംഗലശ്ശേരിയിൽ പണിക്കാരിയായി അവളെ നിർത്തുന്ന കാര്യം കൺഫേം ആണോ? പിന്നല്ലേ, വെറും അടുക്കള പണിക്കല്ല, ഹോം നഴ്സ്. 2 ഗർഭിണികളല്ലേ അവിടെ ഉള്ളത്. സുനന്ദയെ വെച്ചുള്ള എന്റെ കരുനീക്കങ്ങൾ മംഗലശ്ശേരിയിൽ ആരംഭിച്ചു കഴിഞ്ഞു.
അവിടെ നടക്കുന്ന ഓരോ നീക്കങ്ങളും ഇനി മുതൽ അപ്പപ്പ എന്റെ കാതിലെത്തും. സുനന്ദ എനിക്കത് എത്തിച്ചു തരും. അതിനനുസരിച്ചാവും ഞാൻ കളിക്കാൻ പോകുന്നത്. നല്ല ഐഡിയ തന്നെ. മംഗലശ്ശേരിയിൽ മുക്കിനും മൂലയിലും ഈ ദക്ഷ സ്ഥാപിച്ച CCTV ക്യാമറയാ സുനന്ദ എന്ന പെരുങ്കള്ളി. ഇത് സുനന്ദ. കുറച്ചു ദിവസം സുനന്ദ ഇവിടെ ഉണ്ടാവും. ലച്ചു, സുനന്ദയും കുട്ടി അകത്തേക്ക് ചെല്ലേ. സുനന്ദേച്ചി വാ. സഞ്ജു ആ പെണ്ണേതാ? നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഒന്ന് ചാടിയതാ. കൂടുതൽ വിവരമൊന്നും എനിക്കറിയില്ലടാ. അവളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതല്ലേ സഞ്ജു? കണ്ടിട്ടൊരു പാവം പോലെ തോന്നുന്നു. ആരാ എന്താന്നൊക്കെ അറിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാ മതിയായിരുന്നു. അമ്മു എങ്ങനെ ഇവിടെ വന്നേന്ന് നിങ്ങൾ മറന്നു പോരുത്. അവൾക്ക് വേണ്ടതൊരു ജോലിയാ. ഹോം നേഴ്സാണെന്നാ പറഞ്ഞ. അമ്മ എന്തായാലും പഠിക്കാൻ പോവല്ലേ. അപ്പോ സ്വാതിയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണമല്ലോ. എന്തായാലും നീ അവളുടെ പെരുമാറ്റമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. വീട്ടിൽ നിർത്താൻ പറ്റിയ പെണ്ണല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ശരി. ഇവിടുത്തെ കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ഉണ്ട് ചേച്ചി. മുറിവുണ്ടെങ്കിൽ ചേച്ചിക്ക് മരുന്ന് വെച്ചു തരാം. അത് സാരമില്ലമ്മോ. ശരിക്കും സുനന്ദേച്ചി കാറിന് മുന്നിൽ ചാടിയതാണോ? ജീവിക്കാൻ കൊതിയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഓർത്ത് റോഡ് മുറിച്ച് കടക്കാൻ നോക്കിയതാ. 2 ദിവസം കഴിഞ്ഞാ അനിയന്റെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ ജോലിയുമില്ല. അതിന്റെ ടെൻഷനിൽ നടക്കുമ്പോ വണ്ടി വരുന്ന ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. സുനന്ദ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും അനിയനും. അവൻ പഠിക്കുവാ. പഠിപ്പ് വേണ്ടാന്ന് വെച്ച് എന്തെങ്കിലും ജോലിക്ക് പോകാനാ അവന് താല്പര്യം. നന്നായി പഠിക്കുന്ന കുട്ടിയാ. എങ്ങനെ ഈ പ്രായത്തിൽ വല്ല ഷോപ്പിലും പറഞ്ഞു വിടും? ഹോംനെസ്സായി കുറെ സ്ഥലത്ത് നിന്നിട്ടുണ്ടോ? ഒരുപാട് വീടുകളിൽ നിന്നിട്ടുണ്ട്. എല്ലാം പ്രസവ ശുശ്രൂഷകളാ. ഇവിടെ ഇപ്പോ അങ്ങനെ ആരും ഇല്ലല്ലോ. കാവേരി ചേച്ചിയുടെ പ്രസവം വരില്ലേ? ഇതാരാ അമ്മു? രാജുവേട്ടനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. ഇവിടെ ഒരാളെ നിർത്തുമ്പോ അവരെ പറ്റിയൊക്കെ ഞങ്ങൾ അന്വേഷിക്കും. നിങ്ങളുടെ അഡ്രസ് എനിക്ക് തരണം. അതിനെന്താ, രാജു എന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചോളൂ. അപ്പോ എങ്ങനെയാ ജീവിക്കുന്നെന്ന് മനസ്സിലാവുമല്ലോ. ഇവിടെ ഇപ്പൊ ആരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. ഇവൻ ആളത്ര ശരിയല്ല. ഇവനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുനന്ദേച്ചി വന്നേ, ഡ്രസ്സൊക്കെ മാറണ്ടേ? വാ.
ഹലോ. സ്വപ്നം കാണുവാണോ? ചേച്ചി വന്നത് ഞാൻ അറിഞ്ഞില്ല. നാളെ നിന്റെ വിവാഹ നിശ്ചയോ? അതല്ലേ നീ ഓർത്തെ? ഇനിയാ നമ്മള് സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത്.